അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നില്ല, ഞാൻ ബസ്സിൽ പോകണമായിട്ട് കുറേ ദിവസമായി ബസ്സിലൊരു എവിടെയെങ്കിലും ട്രിപ്പ് പോകണമായിട്ട്, ട്രിപ്പ് അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യണമായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിന്. അപ്പോൾ ഞാൻ എന്താക്കി, വണ്ടീനെ ഇവിടെ വെച്ച് ബസ്സിൽ പോകാൻ വേണ്ടി പ്ലാൻ ആക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ നേരെ പോകുന്നത് ഇപ്പോൾ ബസ്സിൽ, എനിക്ക് എൻ്റെ വണ്ടിയില്ല, കുമ്പളയിൽ എൻ്റെ ഓട്ടോറിക്ഷ കുമ്പളയിൽ പണിക്കച്ചുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് പോകണമായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ബസ്സിൽ പോകണമായിട്ട് അങ്ങനെ ബസ്സിനടുത്ത് നടന്നിട്ട് പോകുന്നത്. അപ്പോൾ ഞാനുള്ളത് ഇപ്പോൾ ഉപ്പളൊക്കെ കേട്ടില്ല, ബസ്സിന് പോയിട്ട് വെയിറ്റ് ആക്കേണ്ടി വരും ഇപ്പോൾ. അപ്പോൾ ഗൈസ് ഇപ്പോൾ നിന്നിട്ട് ബസ്സിന് വെയിറ്റ് ആക്കുന്നില്ല, ബസ് വരുന്ന കാണുന്നില്ല ഇപ്പോൾ ഇവിടെ. അപ്പോൾ എല്ലാവരും ബസ്സിന് വെയിറ്റ് ആയിക്കൊണ്ടുള്ളത്. ബസ് എപ്പോൾ വരും എന്നറിയാലോ, വേണ്ടാത്ത പണിയും തോന്നുന്നു. വണ്ടിയുടെ വെച്ചിട്ട് ബസ്സിന് വെയിറ്റ് ആക്കുന്നത്, ബസ് വരുന്ന കാണുന്നേ ഇല്ല. അപ്പോൾ കുറച്ചുകൂടി വെയിറ്റ് ആക്കേണ്ടി വരും ഇപ്പോൾ ഇവിടെ. ബസ് വരാത്ത കൊണ്ടില്ല, അപ്പുറം വെറുതെ നടന്നു പോകൊണ്ടുള്ളത് ഗൈസ്. അങ്ങനെ ഒരു ബസ് വന്നുകൊണ്ട് ഞാൻ ലോക്കൽ ബസ്സിൽ പോകാൻ വിചാരിച്ചു. അപ്പോൾ KSRTC വന്ന്, അപ്പോൾ KSRTC പോകണം. ഇപ്പോൾ ബസ് ഫുള്ള് റഷ് ഉണ്ട് ഗൈസ്. സീറ്റ് കിട്ടിയാവാ. അപ്പോൾ ബസ്സിൽ വെയിറ്റ് ആക്കി പോയി. ലാസ്റ്റ് KSRTC ബസ് വന്നേ. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ടുള്ളൂ ഇവിടെ. ഇപ്പോൾ ടൗണിലേക്ക് എത്തിയപ്പോൾ ഫുള്ള് തിരക്കുണ്ടായി ബസ്സിൽ. അപ്പോൾ ഇപ്പോൾ ടൗണിൽ എത്തുമ്പോൾ തന്നെ സീറ്റ് കിട്ടിയത് സമാധാനമായി. എല്ലാം ഫുള്ള് നിന്നിട്ട് പോകേണ്ടി ഇറട്ടിപ്പോൾ. അതിനെ കഴിക്കുമ്പോഴോ ടൗണിലേക്ക് എത്തിയതോ സ്റ്റെപ്പ് നിന്നിട്ടുള്ള. അങ്ങനെ കഴിച്ചതാ ബസ് നിന്ന് കീഞ്ഞിപ്പോൾ കീഴിച്ച് കുറച്ചൊന്ന് അടുക്കാണ്ടിപ്പോൾ ഞാൻ റോഡ് ക്രോസ് ആയിക്കൊണ്ടുള്ള. അല്ലെങ്കിൽ കുമ്പള ജംഗ്ഷൻ കഴിഞ്ഞിട്ടില്ല, ഇവിടുന്ന് ഒരു 100 മീറ്റർ അടിക്കേണ്ടി വരുമോ. അതിൻ്റെ ഗ്യാരേജ് ഉള്ളത് 100 മീറ്റർ അപ്പുറം ഉള്ളത്. അങ്ങനെ ഇതാ നടന്നിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ട്. നല്ല വെയിലുണ്ട് ഇവിടെ. അപ്പോൾ ടൈം ഇപ്പോൾ 12 മണി ആയിക്കൊണ്ട് വന്നാൽ 12 ആകുമ്പോൾ നാട്ടിലേക്ക് എത്തണം. എന്തെങ്കിലും വെള്ളിയാഴ്ച അല്ല, പള്ളിക്കും പോകാനുള്ളത്. നടന്നിട്ട് പോയിക്കൊണ്ടുള്ളത് കാണുന്നുള്ളത് ഭയങ്കര വെയിൽ, കണ്ണ് കടിക്കുന്നത്. എന്നാലും അഡ്ജസ്റ്റ് ആക്കിയിട്ട് വ്ളോഗ് ആയിക്കൊണ്ടുള്ളത്. തന്നെയിപ്പോൾ ഭയങ്കര വെയിലടിക്കുന്നത്. എന്നാൽ കുടിച്ചിടാൻ തോന്നിപ്പോൾ സോഡ സർവത്തുണ്ടെങ്കില്ല കുടിക്കാൻ തോന്നിപ്പോൾ ഇവിടെ വെയിൽ തലക്കനടിക്കുന്നു. ആദ്യമെങ്കിലും റിക്ഷൻ്റെ ടോപ്പിൻ്റെ അല്ലെങ്കിൽ വെൽഡിങ്ങോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങോ എന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ വീടിക്ക് പറ ഇടാൻ ചീപ്പ് ആൻഡ് ബെസ്റ്റ് നല്ല പണിയെടുത്ത് തരുന്നവർ. കുറേ ഇട്ട് അന്വേഷിച്ച്, പക്ഷേ റേറ്റ് ഭയങ്കര റേറ്റ്. റേറ്റ് എത്ര പറയുന്നില്ല, നല്ല റേറ്റ്. കുറേ അടിച്ചു അന്വേഷിച്ച്. അല്ലെങ്കിൽ ഇവിടെ പോയിട്ടായിട്ട് നീ വണ്ടി കാണിക്ക്, റേറ്റ് ചോദിച്ചു നോക്ക്, എനിക്ക് എത്ര റേറ്റിൽ എനിക്ക് അതിൻ്റെ ബഡ്ജറ്റിലാണെന്നാ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നിട്ടാകുമ്പോൾ അവിടെ എല്ലാമായിട്ട് ഒപ്പാണ് സംസാരിച്ചത്. എൻ്റെ ടോപ്പിൻ്റെ പണി, വെൽഡിങ്ങിൻ്റെ പണി, പെയിൻറ്റിൻ്റെയും പിന്നെ ഏകദേശം എക്സ്ട്രാ ഫിറ്റിംഗ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ആ റേറ്റിൽ തന്നെ എനിക്ക് ഒരു പണിയെടുത്ത് തരാലിന്. അപ്പോൾ ലൊക്കേഷൻ കാണിക്കേണ്ടതാ ഒരു RK ഓട്ടോ ഷോപ്പ്. വാ, ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വണ്ടീൻ്റെ പണി എങ്ങനെയുണ്ട് നോക്കാം. വാ, അപ്പോൾ ഇതാ പണി നടന്നുകൊണ്ടുണ്ട്. വെൽഡിങ്ങിൻ്റെ കുറച്ച് പണിയുണ്ട് ഇവിടെ. അപ്പോൾ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞു, ടോപ്പിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിപ്പോൾ. വെൽഡിങ്ങല്ലോ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കുറച്ച് ഹെവിയിലാക്കിയിട്ട് ചെയ്ത് തന്നിനൂറ്. ഫസ്റ്റ് ചില അടുത്ത് എന്താ പറയുക, ഈ കമ്പി മാത്രം എടുത്ത് തരുന്നത്. അപ്പോൾ ടോപ്പിലേക്ക് എന്താ ലോഡ് ഇട്ടെങ്കിലേ വണ്ടി കുറച്ചോ ഇതാണല്ല. അപ്പോൾ അത് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എനിക്ക് പണി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടുണ്ട് ഇപ്പോൾ ഇവിടെ. എൻ്റെ ബാക്കിലേക്ക് ഒരു ഗാർഡെല്ലാം പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം അപ്പോൾ പണിയെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കിലേക്ക് മാറ്റഡ് ചേർത്തിരിക്കുന്നതിലേക്കല്ലോ മാറ്റെല്ലാം വേണ്ടി വരുന്നല്ലോ. അപ്പോൾ അതിലേക്കെല്ലോ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് ഇവിടെ പട്ടീൻ്റെ അടുക്ക് ഒരു ഈ സാധനം കാണുന്നില്ല, ഒരു പട്ടി വെക്കാൻ. അതല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ടിലത്തെ ബോഡി ഹെവി കൂടുമ്പോൾ ഡൗൺ ആവും. അതുകൊണ്ട് ഇത് സേഫ്റ്റി കൊടുത്താലില്ല, അത് നമുക്ക് കുറച്ചുകൂടി വണ്ടി കുറച്ച് ലൈഫ് ഉണ്ടാവും സാധനം. അങ്ങനെ ഫ്രണ്ടും അങ്ങനെ ഫ്രണ്ട് ഈ വണ്ടീൻ്റെ പരീക്ഷ ഫ്രണ്ട് വരുന്ന കുറച്ച് ചെരിഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ അതിനെ കുറച്ച് ഇവിടുന്ന് കട്ടാക്കിയിട്ട് ബോഡീനെ സ്ട്രൈറ്റ് ആക്കിയിട്ടില്ല, ഗ്ലാസ്സിനെല്ലാം ഫുള്ള് കാണുന്നുണ്ടോ നോക്കിയാൽ ഫുൾ അയച്ചിട്ടില്ല. രണ്ടാമത്തെ റീസ്റ്റോർ ആക്കണ്ടേ. അപ്പോൾ രണ്ട് സൈഡിലേക്ക് പട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മളെ വണ്ടീൻ്റെ എല്ലാം പണിയെടുക്കുന്ന കിരൺ ഭായി, നമ്മളെ RK ഞാൻ പറഞ്ഞിട്ട് ഷോപ്പിലത്തെ ഇവിടെ കുമ്പളയിൽ. അപ്പോൾ എല്ലാ പണിയെടുക്കുന്ന RK കിരൺ ഭായി. അപ്പോൾ അതിൻ്റെ സ്റ്റൈലെല്ലാം കാണിച്ചു തരാവാ. ഇതാണ് നമ്മൾ കിരൺ ഭായി, ഫുള്ള് പണിയെടുത്തുകൊണ്ടുണ്ട്, വെൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടുണ്ട്. കിരൺ ഭായി എന്താ സുഖമല്ല, എങ്ങനെ പണിയല്ലോ? നീ കുറേ അല്ലേ ഇവിടെ? 10 കൊല്ലം കഴിഞ്ഞാ? 20 കൊല്ലം? മാഷാല്ല. ഇവിടെ തന്നെ ഇതേ ഷോപ്പിൽ തന്നെയാ? മുമ്പ് പറയണ്ടേനാ? അപ്പോൾ ഈ പണി തുടങ്ങിയെങ്കിൽ 20 കൊല്ലം വെൽഡിങ്ങിൻ്റെ അല്ലോ അല്ലേ? അപ്പോൾ നമ്മളെ കിരൺ ഭായി കുമ്പളയിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടുള്ള. അപ്പോൾ ആർക്കൊന്നുമില്ല,
പിന്നെ കിരൺ ഭായിൻ്റെ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ തരാം, ഡയറക്റ്റ് കോൺടാക്ട് ആക്കുക. പിന്നെ നിങ്ങളുടെ വണ്ടീൻ്റെ ആപ്പേൻ്റെ ബജാജിൻ്റെ എന്ത് റിക്ഷൻ്റെ പണി ഉണ്ടെങ്കിൽ ഓവറായിട്ട് കോൺടാക്ട് ആക്കുക. നല്ല പ്രൈസിൽ നല്ല സെറ്റാക്കി തരും. ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ പണി കംപ്ലീറ്റ് ആക്കി തരുന്നവർ. എന്നല്ലെങ്കിൽ ചിലയിടത്ത് പോയെങ്കിൽ വണ്ടി പറഞ്ഞിട്ട് ലാസ്റ്റ് വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ കോലോ അതുപോലെ ഉണ്ടാകുന്നില്ല. ഇപ്പം ഞങ്ങൾക്ക് അപ്പോൾ വരേണ്ട ആവശ്യം വരുന്നില്ല. അയാളുടെ ഒരിക്കൽ പറഞ്ഞിട്ട് പോയാൽ ഒരു 5 ദിവസം മുമ്പ് അയാളുടെ എല്ലാ കാര്യങ്ങളിങ്ങനെ പറഞ്ഞിട്ട് ഇതുപോലെ ചെയ്ത് തരണം പറഞ്ഞിട്ട് പോയത്. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. അല്ലെങ്കിൽ ഈ ആപ്പ് റിക്ഷയിൽ പുതിയ വന്ന ആപ്പ് ക്ലാസിക്കിലില്ല 2 ഡോറ് വരുന്നത്, ഈ സൈഡും ആ സൈഡായിട്ട്. അപ്പോൾ ഞാൻ ആ സൈഡിലെ ഡോർ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത്. സ്കൂൾ ട്രിപ്പെല്ലാം കഴിഞ്ഞല്ലേ, അപ്പോൾ പാസഞ്ചർ കയറാൻ എന്ത് ബുദ്ധിമുട്ടായിട്ടുണ്ടായിട്ട് കയറിയിട്ടുള്ള. പിന്നെ ഈ സൈഡ് എന്താ പറയുക, ചിലപ്പോൾ ചില റിക്ഷയിൽ സ്കൂൾ ട്രെന്ന് നമ്മൾ വണ്ടി ഓട്ടുമ്പോഴല്ലോ ഫ്രണ്ട് ഇരുന്നിട്ടുണ്ടാകും ഡ്രൈവ് ആയിക്കൊണ്ട്. അപ്പോൾ ബാഗിൽ കിടാക്കലുണ്ടാവും. ചിലപ്പോൾ ഈ ഡോർ തുറന്നിട്ട് ചിലപ്പോൾ തുറന്നെങ്കിൽ താക്കി റിസ്ക് അല്ല. അതുകൊണ്ട് എന്താക്കില്ല ഈ ഡോറിലേക്ക് സൈഡ് പട്ടി വെച്ചിട്ട് ഞാൻ ക്ലോസ് ആക്കിയിട്ടില്ല. നിങ്ങൾ നാളെ എന്തെങ്കിലും ഫ്യൂച്ചറിൽ ബുദ്ധിമുട്ടായിട്ടുണ്ടായിട്ട് ഇല്ലെങ്കിൽ പണി നടന്നുകൊണ്ടിട്ടുണ്ടോ. ടോപ്പിന് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം 80% കഴിഞ്ഞ് പണി, കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ നാളെ മറ്റന്നായിട്ട് വണ്ടി ക്ലിയർ ആവും തോന്നുന്നു. ഈ പണി തന്നെ ക്ലിയർ ആയെങ്കിൽ പിന്നെ ഇതിൻ്റെ മുകളിലത്തെ കുറച്ച് ടോപ്പ് പിന്നെ കുറച്ച് ക്യാരിയറെല്ലാം ആക്കാണ്ട് ഈ സൈഡിലേക്ക് സീറ്റിലേക്ക് കവറ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് 2 ദിവസത്തിൽ ക്ലിയർ ആക്കി തരാൻ പറഞ്ഞിന്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഇവിടേക്ക് ഏകദേശം കുറേ വണ്ടി ഉണ്ട്. ഇപ്പോൾ നാളെ ഒരു 8-9 വണ്ടി ഉണ്ട് ഇവിടെ. എല്ലാം പെയിൻറ്റിങ്ങിൻ്റെ പണിയെല്ലാം ഇവിടെ പെയിൻറ്റിങ്ങിൻ്റെ പണി നടന്നുകൊണ്ട് പിന്നെ അവിടെ വെൽഡിങ്ങിൻ്റെ ഇതും പിന്നെ എന്തെങ്കിലും ഡാമേജ് ഉള്ളതെല്ലാം പണിയെല്ലാം നടത്തുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ മറ്റേ സീറ്റിൻ്റെ കവർ ടോപ്പിൻ്റെ പണി എടുക്കുന്നത് അവിടെ ഇരുന്നിട്ട്. ഇതിൻ്റെ ലൊക്കേഷൻ അവിടെ പറഞ്ഞെങ്കിൽ കുമ്പളിയിൽ നമ്മൾ ജില്ലാ ഹോസ്പിറ്റൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുള്ളത് ആർക്കായിട്ട്. അപ്പോൾ ഇവിടെ വരാം, എല്ലാവർക്കും വിസിറ്റ് ആക്കാം. അവരുടെ നമ്പർ ഞാനില്ല, താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക, ആ നമ്പർ കോൺടാക്ട് ആക്കിയാൽ മതി. അപ്പോൾ അയാൾ ക്ലിയർ ആയിട്ട് എന്നോട് അതിൻ്റെ റേറ്റ് എന്ത് കഥ നോക്കിയിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തരും. അതുകൊണ്ട് ഈ വ്ളോഗ് ഞാൻ എടുക്കാൻ സ്റ്റോപ്പ് ചെയ്യും. സേഫ് റൈഡ് ബി ഹാർഡ് സീൻ ദ നെക്സ്റ്റ് വീഡിയോ.